വർഷം 1976 ജനുവരി 15. സ്ഥലം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പൂനെ സിറ്റി. അന്നേ ദിവസം പൂനെ സിറ്റിയിലെ കാർവേ റോഡിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡുണ്ട്. ആ ചെറിയ ഷെഡിൽ ഇരുന്നു കൊണ്ട് പ്രകാശ് ഹെഗ്ഡെ എന്ന 20 വയസ്സുകാരൻ ഒരു കത്ത് എഴുതുകയാണ്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കത്ത് എഴുതുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ അതൊരു പ്രേമലേഖനമായിരിക്കാം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. പ്രകാശ് ഇപ്പോൾ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ പിതാവിനാണ്. പ്രകാശ് ഹെഗ്ഡെ പഠിക്കുന്നത് അഭിനവ് കലാ മഹാവിദ്യാലയ എന്ന കോളേജിലാണ്. ഇതും പൂനെയിൽ തന്നെയുള്ളൊരു കോളേജാണ്. പ്രകാശിന്റെ പിതാവ് ദൂരെ ഏതോ നാട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രകാശ് അച്ഛന് കത്ത് എഴുതുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെയും തെറ്റി. കാരണം പ്രകാശിന്റെ പിതാവ് ദൂരെ എവിടെയുമല്ല താമസിക്കുന്നത്. അവൻ പഠിക്കുന്ന കോളേജിനോട് ചേർന്ന് തന്നെയാണ്. ആ കോളേജിനോട് ചേർന്ന് ഒരു ചെറിയ ഹോട്ടലും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, പ്രകാശിന്റെ പിതാവ് തൊട്ടടുത്താണ് താമസിക്കുന്നത്, അവൻ പഠിക്കുന്ന കോളേജിനോട് ചേർന്നാണ് അദ്ദേഹം ഹോട്ടൽ നടത്തുന്നതും. അങ്ങനെ ഇരിക്കെ തൻ്റെ പിതാവിനെ നേരിൽ കണ്ടുപോയിട്ട് എന്ത് കാര്യവും പറയാമെന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കണം ഈ യുവാവ് പിതാവിന് ഒരു കത്ത് എഴുതുന്നത്? പ്രകാശ് എഴുതിയ കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു: പ്രിയപ്പെട്ട അച്ഛ, ഞാൻ വീട് വിട്ടു പോവുകയാണ്, എന്നെ എവിടെയും അന്വേഷിക്കേണ്ടതില്ല. ഇതായിരുന്നു അവൻ എഴുതിയ കത്തിലെ ഉള്ളടക്കം. അതിൻ്റെ അടുത്ത ദിവസം, അതായത് 1976 ജനുവരി 16, പ്രകാശിന്റെ പിതാവായ സുന്ദർ ഹെഗ്ഡെയ്ക്ക് മകൻ എഴുതിയ കത്ത് കിട്ടുകയാണ്. തലേ രാത്രി മുതൽ പ്രകാശിനെ കാണുവാനില്ലായിരുന്നു. പിതാവായ സുന്ദർ എല്ലായിടത്തും അന്വേഷിച്ചു. അങ്ങനെ അയാൾ അന്വേഷിച്ച് മടുത്തിരിക്കുന്ന സമയത്താണ് പ്രകാശിന്റെ കത്ത് അയാൾക്ക് കിട്ടുന്നത്. ആ കത്ത് അയാൾ തിരിച്ചും മറിച്ചും വായിച്ചു. ഓരോ തവണ ആ കത്ത് വായിക്കും തോറും അയാളുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടിക്കൂടി വന്നു. അതിന്റെ കാരണം ആ ലെറ്ററിന്റെ അടിയിലായിട്ട് അവൻ തന്റെ ഒപ്പിട്ടിരുന്നു. ഈ കത്തിലുള്ള കൈയക്ഷരം തന്റെ മകൻ്റേതു തന്നെയാണ്. അത് സുന്ദറിന് ഉറപ്പാണ്. ഇനി ഒട്ടും തന്നെ വൈകുവാനായിട്ട് പാടില്ല എന്ന് വിചാരിച്ച് സുന്ദർ വേഗം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി തൻ്റെ മകൻ മിസ്സിംഗ് ആണെന്നൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. പ്രകാശിന്റെ മിസ്സിംഗ് കേസ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ തൊട്ടു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഒരു വർഷം കടന്നു പോവുകയാണ്. പ്രകാശ് എവിടേക്ക് പോയി? എന്തിനു പോയി? അവനിപ്പോൾ എവിടെയാണുള്ളത്? പോലീസിന് യാതൊരു തുമ്പും കിട്ടിയില്ല. പോകെ ഇതൊരു കോൾഡ് കേസായിട്ട് മെല്ലെ മാറുകയാണ്. ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് ആയിരിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ സംഭവം നടക്കുന്നത് 1975-76 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആകെ മൊത്തം എമർജൻസി ഡിക്ലെയർ ചെയ്തൊരു കാലമാണ്, അതായത് അടിയന്തരാവസ്ഥ. ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല. അതിനെ ഏറ്റവും ചുരുക്കി ഇങ്ങനെ പറയാം: ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനോ ഒരു വ്യക്തിക്കോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. സെൻട്രൽ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കും, അത് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റും അനുസരിക്കണം. ഇതാണ് അടിയന്തരാവസ്ഥ. ആ സമയത്ത് ഇന്ത്യ മുഴുവനും അടിച്ചമർത്തലുകളും നിയന്ത്രണങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന കാലമാണ്. അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തത്തിൽ ഇന്ത്യ ഒട്ടാകെ ഞെരിപിരി കൊള്ളുന്ന അതേ സമയത്താണ് പ്രകാശ് ഹെഗ്ഡെയും കാണാതെ പോകുന്നത്. എന്നാൽ അതിനുശേഷവും കാര്യങ്ങൾ അവസാനിച്ചില്ല. പൂനെ നഗരത്തിൽ മാത്രമായിട്ട് ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണ്. അതോടെ ആ നഗരത്തിന് മാത്രമായിട്ട് ഡബിൾ എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണ്. സന്ധ്യ മയങ്ങിയാൽ പൂനെ നഗരത്തിലെ നിവാസികൾ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഭയപ്പെട്ട നാളുകൾ. തിയേറ്ററുകൾ വരെ അടച്ചു മൂടപ്പെട്ടു. ഈവനിങ് ഷോ, നൈറ്റ് ഷോ ഇതെല്ലാം നിർത്തിവെക്കപ്പെട്ടു. രാത്രിയാകുമ്പോൾ തങ്ങളുടെ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങിയാൽ പോലും ആളുകൾ ഭയന്ന് വിറയ്ക്കുമായിരുന്നു. പുറത്ത് ആരാണുള്ളതെന്ന് തീർച്ചപ്പെടുത്താതെ അവർ വാതിൽ തുറക്കുമായിരുന്നില്ല. പൂനെ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഈ സംഭവത്തിനും പ്രകാശ് ഒരു വർഷം മുൻപ് കാണാതായതിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അന്ന് പ്രകാശിന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് ഫയലിൽ സ്വീകരിച്ച പോലീസ് ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അവർ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ, ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിത രീതിയെ മാറ്റിമറിച്ച, അവരുടെ ഉറക്കം കളഞ്ഞ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതെ, ഒരു കാലത്ത് പൂനെ സിറ്റിയെ വിറകൊള്ളിച്ച ആ സംഭവങ്ങൾക്ക് പിന്നെ പ്രവർത്തിച്ചത് ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. ഒരു സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഒരു കൂട്ടം സീരിയൽ കില്ലേഴ്സ്. നമ്മൾ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ചാനലിലും വന്നിട്ടുണ്ട്. ഈ കഥകളെല്ലാം അപഗ്രന്ഥിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ഇര, അതാണോ പെണ്ണോ ആരുമാകട്ടെ, ഒരു സീരിയൽ കില്ലറിൻ്റെ മുൻപിൽ പെട്ടുപോയാൽ അയാളോ അല്ലെങ്കിൽ അവളോ രക്ഷപ്പെടുവാനുള്ള സാധ്യത 100-ൽ വെറും 5% മാത്രമാണ്. ചിലപ്പോഴതിലും താഴെയെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കവേ ഒരു കൂട്ടം സീരിയൽ കില്ലേഴ്സിൻ്റെ മുൻപിൽ ഒരു ഇര പെട്ടുപോയാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ രക്ഷപ്പെടുവാനുള്ള സാധ്യത ഇതാണ്: 100-ൽ 0.00001 അത്രമാത്രമായിരിക്കും. ഒരു കാലത്ത് പൂനെ നഗരത്തിൻ്റെ ഉറക്കം കളഞ്ഞ ലോകരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുവാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്.
പ്രകാശ് ഹെഗ്ഡെ കാണാതായിട്ട് ഒരു വർഷം കഴിഞ്ഞു. 1977 മാർച്ച് 23, സ്ഥലം പൂനെ. പൂനെ നഗരത്തിനോട് ചേർന്ന് മുളമുത്ത എന്ന് പറയുന്ന ഒരു ആറുണ്ട്. അന്നേ ദിവസം രാത്രിയിൽ ഒരു മനുഷ്യൻ ആ ആറിൻ്റെ തീരത്തുകൂടി നടന്നു പോവുകയായിരുന്നു. ഈ വ്യക്തി കണക്കിലധികം മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ആടി ആടിയാണ് നടപ്പ്. അങ്ങനെ മദ്യപാനിയായ ഈ വ്യക്തി ആടി ആടി നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ സമീപത്തു കൂടി ഒഴുകുന്ന ആറിൽ ഒരു 4 പേർ ഇറങ്ങി നിൽക്കുന്നു. അവരവിടെ എന്തോ ചെയ്യുകയാണ്. രാത്രി സമയമാണ്. പൊതുവെ അവിടെ വെളിച്ചവും കുറവാണ്. അതുകൊണ്ട് ഈ 4 പേരും ആ ആറ്റിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും ഈ കാഴ്ച ഈ മദ്യപാനിയിൽ ഒരു കൗതുകം ഉണർത്തുകയാണ്. അയാൾ അവിടെ കണ്ടൊരു മറവിൽ ഒളിച്ചു. പിന്നെ ഈ 4 പേരും ആറ്റിൽ നിന്നും കയറി അവരവരുടെ വഴിക്ക് പോയ ശേഷം അയാൾ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടേക്ക് നടന്നു. അവിടെ അയാളെയും കാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത കാഴ്ച. അത് കണ്ടതും ആ മനുഷ്യൻ കാല് വഴുതി വെള്ളത്തിൽ വീഴുകയാണ്. പിന്നെ എങ്ങനെയോ ഒരു പ്രകാരം ആറ്റിൽ നിന്നും കര കയറി നേരെ ഓടുവാൻ തുടങ്ങി. ആ ഓട്ടം അവസാനിച്ചത് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരുന്നു. അലറി നിലവിളിച്ചുകൊണ്ട് വേച്ചു വെച്ചൊരു മദ്യപാനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരുന്നത് കണ്ട് പോലീസുകാരും അമ്പരന്ന് പോവുകയാണ്. പോലീസുകാർ അയാളോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. എന്നാൽ കണക്കിലധികം മദ്യപിച്ചിരുന്നതുകൊണ്ട് താൻ കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരോട് പറയുവാനായിട്ട് ഈ മനുഷ്യന് കഴിഞ്ഞില്ല. അയാൾ പറയുന്നത് എന്താണെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായുമില്ല. അതാണ് സത്യം. എന്തായാലും ഈ പോലീസുകാർ ഒരു കാര്യം ചെയ്യുകയാണ്. നാളെ രാവിലെ ഇവനെ ചോദ്യം ചെയ്യാമെന്ന കണക്കുകൂട്ടലിൽ അയാളെ പിടിച്ചൊരു സെല്ലിൽ അടച്ചു. എന്നാൽ ആ സമയം പൂനെ പോലീസിന് അറിയില്ലായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് പൂനെ സിറ്റിയെ വിറപ്പിച്ചുകൊണ്ടിരുന്ന വലിയൊരു ക്രൈം പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കുവാനായിരുന്നു ആ മദ്യപാനി വന്നത് എന്ന കാര്യം. അതിൻ്റെ അടുത്ത ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 1977 മാർച്ച് 24, നേരം പുലർന്നു. പോലീസ് ആ മദ്യപാനിയെ സെല്ലിൽ നിന്നും വിളിച്ചിറക്കി. അപ്പോഴേക്കും അയാളുടെ ലഹരിയെല്ലാം പോയിരുന്നു. ഇപ്പോൾ പോലീസ് അയാളെ ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. ആ മനുഷ്യൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: സാർ, കഴിഞ്ഞ ദിവസം ആറിൻ്റെ തീരത്ത് വഴി ഞാൻ നടന്നു വരികയായിരുന്നു. മദ്യപിച്ചിരുന്നു. അങ്ങനെ നടന്നു പോകവേ ഒരു കാഴ്ച കാണുകയാണ്. ആറിൻ്റെ തീരത്തായിട്ട് വെള്ളത്തിൽ 4 പേർ ഇറങ്ങി നിൽക്കുന്നു. അവർ എന്തോ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. അതുകൊണ്ട് അവർ അവിടെ നിന്നും പോകുവാനായിട്ട് ഞാൻ ഒരിടത്തും മറിഞ്ഞിരുന്നു. അവർ പോയ ശേഷം ആ സ്ഥലത്തേക്ക് പോയിട്ട് പരിശോധിച്ചു. ഞാൻ കണ്ട കാഴ്ച ഇതാണ്: ഒരു ഇരുമ്പ് ഏണിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരം കിടക്കുന്നു. ഒരു കയർ ഉപയോഗിച്ച് അയാളെ ബലമായിട്ട് ഏണിയുമായിട്ട് കെട്ടിയിട്ടുണ്ട്. ആ മനുഷ്യന് ജീവനില്ലായിരുന്നു. ഞാൻ കണ്ട ആ 4 പേർ, അവരാണ് കൊലയാളികൾ. ഈ കാര്യം അറിയിക്കുവാനാണ് ഞാൻ സ്റ്റേഷനിലേക്ക് ഓടി വന്നത്. എന്നാൽ എനിക്കത് വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. ഇത് കേട്ട അമ്പരന്ന് പോയ പോലീസ് വേഗം തന്നെ അയാൾ പറഞ്ഞ ആറ്റിലേക്ക് പോവുകയാണ്. അവരാ ആറും പരിസര പ്രദേശങ്ങളും അരിച്ചു പെറുക്കി. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പോലീസ് മടങ്ങി വന്ന് വീണ്ടും അയാളെ ചോദ്യം ചെയ്തു. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ കണ്ടത് സത്യമാണ്. ഒരു മനുഷ്യൻ്റെ ജഡം ഒരു ഏണിയിൽ കെട്ടിവെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് ചെയ്തത് 4 പേരാണ്. ഇത്രയും ഉറപ്പോടെ അയാൾ പറയുന്നത് കേട്ട് ഒരിക്കൽ കൂടി ആറൊന്ന് പരിശോധിക്കുവാനായിട്ട് പോലീസ് തീരുമാനിച്ചു. വീണ്ടും വലിയൊരു കൂട്ടം പോലീസ് ആ ആറും പരിസര പ്രദേശങ്ങളും മരിച്ചു പെറുക്കുകയാണ്. അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ അന്ന് വൈകുന്നേരമായപ്പോൾ ഈ കേസിനൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ആ കുടിയൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ജഡം ആ ആറ്റിൽ നിന്നും പോലീസിന് കിട്ടുകയാണ്. തുടർ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് അനിൽ ഗോഖലെ എന്നാണെന്ന് പോലീസ് മനസ്സിലാക്കി. അടുത്തതായിട്ട് പോലീസ് ചെയ്തത് ഇതാണ്: അനിൽ ഗോഖലെ അവസാനമായിട്ട് കണ്ടത് ആരൊക്കെയാണ്, അവരെ എല്ലാവരെയും തേടിപ്പിടിച്ച് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് പോലീസ് വിളിച്ചു വരുത്തുകയാണ്. ആ സമയത്തും പോലീസ് മദ്യപാനിയെ പുറത്തു വിട്ടിട്ടില്ല. അയാൾ ഒരു സെല്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അങ്ങനെ അയാൾ സെല്ലിൻ്റെ ഉള്ളിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന സമയത്ത് 4 പേർ സ്റ്റേഷൻ്റെ പടി കടന്നു വരികയാണ്. അവരെ കണ്ടതും ഈ മനുഷ്യൻ ഉച്ചത്തിൽ അലറി നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ അന്ന് രാത്രി കണ്ടത് ഈ 4 പേരെയാണ്. നിശ്ചയമായിട്ടും ഇവർ തന്നെയാണ് കൊലയാളികൾ. എന്നാൽ പോലീസ് അയാളുടെ ജൽപ്പനത്തെ കാര്യമായിട്ട് എടുത്തില്ല. കാരണം അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ വന്നിരിക്കുന്ന 4 പേരും കോളേജ് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ സൗഹൃദ മനോഭാവത്തിലാണ് ഇവരുമായിട്ട് ഇടപഴകിയത്. അവരോട് പോലീസ് ഇങ്ങനെ പറഞ്ഞു: അനിൽ ഗോഖലെ അവസാനമായിട്ട് കണ്ടിട്ടുള്ള ആളുകളിൽ ചിലരാണ് നിങ്ങൾ. ഇതൊരു കൊലപാതകമാണ്. കൊലപാതകയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും തെളിവോ സൂചനയോ നിങ്ങൾക്ക് പറയുവാനുണ്ടെങ്കിൽ അത് പറയുക. പോലീസിന്റെ ഈ ചോദ്യത്തിന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജക്കാൾ എന്ന ഒരുത്തൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഇപ്പോൾ കണ്ടെത്തിയ അനിൽ ഗോഖലെയുടെ മരണവും മുൻപ് കാണാതായ പ്രകാശ് ഹെഗ്ഡെയുടെ മരണവും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പേരെയും കൊലപ്പെടുത്തിയത് ഒരാളായിരിക്കുവാനാണ് സാധ്യത. അങ്ങനെ ചോദ്യം ചെയ്യൽ അവസാനിക്കുകയാണ്. ആ 4 പേരോടും വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുവാൻ പോലീസ് പറഞ്ഞു. അവർ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി. അതേ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. സ്റ്റേഷൻ അധികാരി മറ്റൊരു പോലീസുകാരനെ മഫ്തി വേഷത്തിൽ ഇവരുടെ പിന്നാലെ അയച്ചു, ഇവരെ നിരീക്ഷിക്കുവാനായിട്ട്. ഈ 4 കോളേജ് വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുവാനായിട്ട് പോലീസ് മഫ്തിയിൽ
മറ്റൊരു പോലീസുകാരനെ അയച്ചതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ആ സെല്ലിൽ കിടന്ന ആ മദ്യപാനി ഇവരെ കണ്ടതും ഇവരെയാണ് ഞാൻ കണ്ടത്, ഇവരാണ് കൊലയാളി എന്ന് നിലവിളിച്ചതായിരുന്നില്ല കാരണം. ഈ 4 പേരിൽ ഒരുവനായ ജക്കാൾ പോലീസിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതിലെ ഒരു വാക്കാണ്, ആ വാക്കാണ് പോലീസിന്റെ സംശയം ഇവരുടെ മേൽ തിരിയുവാനുള്ള കാരണം. ജക്കാൾ പറഞ്ഞത് ഇതാണ്: അനിൽ ഗോഖലെയുടെ മരണവും പ്രകാശ് ഹെഗ്ഡെയുടെ മരണവും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. എന്നാൽ 1 വർഷം മുൻപ് കാണാതായ പ്രകാശ് ഹെഗ്ഡെ ഇതുവരെയും മരിച്ചിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല. കാരണം അവന്റെ ജഡം കണ്ടു കിട്ടിയിട്ടില്ല. അതുവരെയും പോലീസ് വിചാരിച്ചിരുന്നത് അതൊരു മിസ്സിംഗ് കേസ് മാത്രമായിരിക്കുമെന്നാണ്. എന്നാൽ ഇതാ ഇപ്പോൾ ജക്കാൾ പറയുന്നു പ്രകാശ് ഹെഗ്ഡെയുടെ മരണവും ഇതുപോലെയാണെന്ന്. പോലീസിന് സംശയം വരുവാനായിട്ട് വേറെ കാരണം വേണോ? ഈ വിദ്യാർത്ഥികളുടെ പിന്നാലെ മഫ്തിയിൽ പോയ പോലീസ് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ചു. അവരിൽ 2 പേർ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കുവാൻ അയാൾ സമീപത്തേക്ക് വന്നു. അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഇതാണ്. ഒരാൾ മറ്റേ ആളോട് ചോദിക്കുകയാണ്, പോലീസിന് നമ്മുടെ നേരെ സംശയമുണ്ടെന്ന് തോന്നുന്നു, ഇനി എന്തു ചെയ്യും? അതിന് അപരം കൊടുത്ത മറുപടി ഇതാണ്: അതൊന്നും നീ പേടിക്കണ്ട, അതെല്ലാം നമ്മുടെ നേതാവ് നോക്കിക്കോളും. ഇവർ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് വേറെ ആരുമല്ല, നേരത്തെ പോലീസുകാരുടെ മുൻപിൽ വെച്ച് മണ്ടത്തരം പറഞ്ഞ അതേ ജക്കാളിനെ തന്നെയാണ്. ഇതിലും വലിയ തെളിവ് വേറെ വേണ്ടതില്ല. ഉടൻ തന്നെ പോലീസ് ഈ 4 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യുകയാണ്. അവർ അവരെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചോദ്യം ചോദിച്ചു. ഒടുവിൽ ഈ 4 കോളേജ് വിദ്യാർത്ഥികളും ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. അവർ പറഞ്ഞ ആ കുറ്റസമ്മതം കേട്ട് പോലീസുകാർ ഞെട്ടിപ്പോയി. വെറും കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുമോ എന്ന് പോലും അവർ സംശയിച്ചു. ഈ സീരിയൽ കില്ലർ ഗ്യാങ് അവർ പോലീസിന്റെ മുൻപിൽ നടത്തിയ കുറ്റസമ്മതം ഇതായിരുന്നു. പോലീസ് പിടിയിലായ 4 കുറ്റവാളികളുടെയും പേരുകൾ ഇതാണ്: രാജേന്ദ്ര ജക്കാൾ, ദിലീപ് സുധർ, ശാന്താറാം ജഗ്തപ്, പിന്നെ ഒരു മുനാവറും. ഈ 4 പേരും സാധാരണയായിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവരാണ്. ഈ 4 പേരും വളരെ ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുവാനൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. പണം സമ്പാദിക്കുവാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ഇതാണ്: മറ്റുള്ളവരുടെ ബൈക്കുകൾ മോഷ്ടിക്കുക. അത് സഹവിദ്യാർത്ഥികളുടെ ആവാം, അല്ലെങ്കിൽ മറ്റു പലരുടെയും ആവാം. ഇങ്ങനെ മോഷ്ടിക്കുന്ന ബൈക്ക് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവർ കുടിച്ചും കൂത്താടിയും സ്ത്രീകളെ ശല്യം ചെയ്തും ജീവിച്ചു വരികയാണ്. ഈ 4 പേരും ചേർന്ന് ധാരാളം ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുണ്ട്. അതേ ബൈക്കും എടുത്തുകൊണ്ട് പൂനെ നഗരത്തിലൂടെ സഞ്ചരിച്ചിട്ടുമുണ്ട്. എന്നാൽ അത്ഭുതം എന്താണെന്നാൽ ഒരിക്കൽ പോലും ഇവർ പോലീസിന്റെ പിടിയിൽ പെട്ടിട്ടില്ല. ധാരാളം ബൈക്കുകൾ മോഷ്ടിച്ചു വിറ്റെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇവരുടെ ചെലവിന് മതിയാവുമായിരുന്നില്ല. കാരണം അത്രയേറെ ദൂർത്തന്മാരായിരുന്നു ഈ കുട്ടികൾ. തങ്ങൾ മോഷ്ടിച്ചു കിട്ടുന്ന പണം ഒന്നിനും തികയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മറ്റൊരു കാര്യം തീരുമാനിക്കുകയാണ്: വളരെ പെട്ടെന്ന് കൂടുതൽ പണം കിട്ടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഏറെ ദിവസത്തെ ആലോചനയ്ക്കൊടുവിൽ ഈ 4 പേരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ്: ആരെയെങ്കിലും തട്ടിക്കൊണ്ടു പോവുക, പിന്നെ അവരുടെ രക്ഷിതാക്കളിൽ നിന്നും റാൻസം മണി ആവശ്യപ്പെടുക. അതിനുവേണ്ടി ഇവർ കണ്ടെത്തിയ ഇരയായിരുന്നു പ്രകാശ് ഹെഗ്ഡെ. ഇവർ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് പ്രകാശും പഠിക്കുന്നത്. പ്രകാശിനെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അവന്റെ പിതാവിൽ നിന്നും വലിയൊരു തുക റാൻസം മണിയായിട്ട് വാങ്ങാമെന്ന് ഈ 4 പേരും തീരുമാനിക്കുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇവർ സീരിയൽ കില്ലേഴ്സ് ആണെങ്കിലും വലിയ മണ്ടന്മാർ കൂടിയായിരുന്നുവെന്ന്. അങ്ങനെ പ്രകാശിനെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഇവർ പ്ലാൻ ചെയ്ത ദിവസം വരികയാണ്. ഈ 4 പേർക്കും മറ്റൊരു കൂട്ടുകാരൻ കൂടിയുണ്ട്. അവന്റെ പേര് സുഹാസ് ചന്ദക്ക്. ഈ സുഹാസ് ചന്ദക്ക് മൂലം പ്രകാശിനെ തങ്ങളുടെ കെണിയിലേക്ക് ആകർഷിക്കുവാനാണ് ഈ 4 പേരും ചേർന്ന് പദ്ധതിയിട്ടത്. അങ്ങനെ ഷെഡിലെത്തിയ പ്രകാശിനെ ഈ 4 പേരും ചേർന്ന് ഭീഷണിപ്പെടുത്തി പിന്നെ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു ലെറ്റർ എഴുതിച്ചു. ആ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ പ്രകാശ് എഴുതിയ ലെറ്റർ അവന്റെ പിതാവിന്റെ കയ്യിൽ കിട്ടുകയാണ്. ആ കത്ത് വായിച്ചതും അയാളൊന്ന് അമ്പരന്നു. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒപ്പായിരുന്നു. ആ ഒപ്പ് അയാളിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കി. അതിനൊരു കാരണമുണ്ട്. ഈ പ്രകാശ് ഹെഗ്ഡെയ്ക്ക് മറ്റൊരു പേരുണ്ട്, ദേവദാസ്. അവൻ സാധാരണയായിട്ട് ഏതെങ്കിലും ലെറ്ററിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റിലോ ഒപ്പിടുന്ന സമയത്ത് തൻ്റെ നിക്നെയിമായിട്ടുള്ള ദേവദാസ് എന്ന് മാത്രമാണ് ഒപ്പിടൂ. എന്നാൽ ഈ കത്തിൻ്റെ അടിയിൽ അവനിട്ട ഒപ്പ് പ്രകാശ് എന്നായിരുന്നു. ഇതൊരു സൂചനയായിരുന്നു, ഞാനൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന സൂചന. എന്തായാലും പ്രകാശ് ഇച്ഛിച്ചതുപോലെ ആ സൂചന വ്യക്തമായിട്ടും പ്രകാശിന്റെ പിതാവിന് മനസ്സിലാവുകയാണ്. തൻ്റെ മകൻ വലിയൊരു ആപത്തിൽ പെട്ടിട്ടുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രകാശിന്റെ പിതാവിന്റെ സംശയം ശരിയാണെന്ന് തെളിയിക്കും വിധം അടുത്ത ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. അതിന്റെ അടുത്ത ദിവസം തൻ്റെ ഹോട്ടലിന്റെ ഒരു മേശയുടെ അടിയിൽ നിന്നും പ്രകാശിന്റെ അച്ഛൻ ഒരു കത്ത് കിട്ടുകയാണ്. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളാണ് പ്രകാശിനെ തട്ടിക്കൊണ്ടുപോയത്. നിങ്ങളുടെ മകനെ ജീവനോടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് 25,000 രൂപ തരണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾ 25,000 രൂപ ഒരു ബാഗിലാക്കുക. പിന്നെ ആ ബാഗും എടുത്ത് അടുത്തുള്ള പാർക്കിലേക്ക് പോവുക. ആ പാർക്കിൽ കാണുന്ന ഒരു മരത്തിൽ ആ ബാഗ് തൂക്കിയിടുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അടുത്ത ദിവസം പ്രകാശ് നിങ്ങളുടെ വീട്ടിലെത്തും. മറിച്ച് പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിക്കുവാനാണ് ഭാവമെങ്കിൽ ഒരിക്കലും നിങ്ങൾ മകനെ ജീവനോടെ കാണില്ല.
ഈ കത്ത് വായിച്ച ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അയാൾ നേരെ ചെയ്തത് പോലീസിനെ സമീപിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പ്രകാശിന്റെ അച്ഛൻ അറിയാത്തൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ഈ 4 പേരും എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ആ ഹോട്ടലിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പ്രകാശിന്റെ പിതാവ് ചെയ്തത്. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. പോലീസിൽ അയാൾ പരാതിപ്പെട്ട കാര്യം അതേ നിമിഷം ഈ 4 പേരും അറിയുകയാണ്. അതോടെ കോപാവിഷ്ടരായ ഈ 4 പേരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണ്: പ്രകാശിനെ കൊല്ലുക. പ്രകാശിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ അടുത്ത ദിവസം, അതായത് 1976 ജനുവരി 16, ഈ 4 പേരും ചേർന്ന് അവനെ ഭീഷണിപ്പെടുത്തി അമിതമായിട്ട് മദ്യം കൊടുത്തു. അതോടെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും കഴിയാത്ത വിധം പ്രകാശ് അവശ നിലയിലായി. അതിനുശേഷം ഈ 4 പേരും ചേർന്ന് അവന്റെ കഴുത്തിൽ ഒരു നൈലോൺ കയറിട്ട് മുറുക്കി. തങ്ങളുടെ സഹപാഠി, കൂട്ടത്തിൽ ഒരുവൻ, ഒരിറ്റ് ശ്വാസം കിട്ടുവാൻ വേണ്ടി പിടഞ്ഞ് മരിക്കുന്നത് അവർ നോക്കി നിന്നു. അതിനുശേഷം അവർ പ്രകാശിന്റെ ശരീരം ഒരു ഇരുമ്പ് വീപ്പയ്ക്കുള്ളിലാക്കി. പിന്നെ ആ വീപ്പയ്ക്കുള്ളിലേക്ക് കല്ലുകൾ ഇട്ട് നിറച്ചു. എന്നിട്ട് ആ വീപ്പ സമീപത്ത് കണ്ട ഒരു ഡാമിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു. അതേ സമയത്ത് ഇതൊന്നും അറിയാതെ പ്രകാശിന്റെ പിതാവാകട്ടെ പോലീസ് പറഞ്ഞതനുസരിച്ച് 25,000 രൂപ ഒരു ബാഗിലാക്കി അടുത്തുള്ള പാർക്കിലെ മരത്തിൽ കൊണ്ടുപോയി തൂക്കിയിടുകയാണ്. ആ ബാഗ് ആരെങ്കിലും എടുക്കുവാനായിട്ട് വരുന്നുണ്ടോ എന്നറിയുവാനായിട്ട് പോലീസുകാർ മഫ്തിയിൽ പലയിടങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിരുന്നു. പക്ഷെ ആ ബാഗ് എടുക്കുവാനായിട്ട് ആരും വന്നില്ല. അവരാകെ അങ്കലാപ്പിലായി. പോലീസ് എല്ലായിടത്തും പ്രകാശിനെ അന്വേഷിച്ചു. പക്ഷെ അവന്റെ ജഡം കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചുവെന്നൊരു അനുമാനത്തിലെത്തുവാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതൊരു മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് അവർ പരിഗണിച്ചത്. പണത്തിനു വേണ്ടി തങ്ങളുടെ കൂടെ പഠിച്ച കൂട്ടുകാരനെ ഈ 4 പേരും ചേർന്ന് അരുങ്കൊല ചെയ്തു എന്ന കാര്യം സുഹാസ് ചന്ദക്ക് മനസ്സിലാക്കി. അയാൾ ഞെട്ടിപ്പോയി. ആ നിമിഷം മുതൽ സുഹാസ് ചന്ദക്ക് ഒരു കാര്യം തീരുമാനിക്കുകയാണ്: ഇനി ഇവരുമായിട്ട് യാതൊരു സഹവാസവും വേണ്ട. അവൻ ആ കൂട്ടത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയി. ഈ സംഭവത്തിന് ശേഷം, അതായത് പ്രകാശിന്റെ കൊലപാതകത്തിന് ശേഷം, ഈ 4 പേരും കുറച്ചു കാലം ശാന്തരായിട്ടിരുന്നു. മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റിക്കൊന്നും അവർ പോയില്ല. അങ്ങനെ ഇരിക്കെ 1976 ഓഗസ്റ്റ് മാസം കടന്നു വരികയാണ്. ആ മാസം ഈ 4 കൊലയാളികളും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. ഒരു റോബറി ചെയ്യണം. കാരണം ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ഇവരുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്ത വീട് വലിയൊരു ബിസിനസ്മാനായ അരവിന്ദ് കാശിക് എന്നയാളുടെ വീടായിരുന്നു. പൂനെയിൽ നിന്നും കുറച്ചു മാറി കോലാപൂർ എന്ന സ്ഥലത്താണ് അരവിന്ദ് കാശിക്കിന്റെ വീടുള്ളത്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒരു ദിവസം രാത്രിയിൽ ഈ 4 പേരും ചേർന്ന് അരവിന്ദ് കാശിക്കിന്റെ വീടിന്റെ കോമ്പൗണ്ടും അതിൽ ചാടി ഉള്ളിൽ കിടക്കുകയാണ്. എന്നാൽ ആ വീടിന്റെ ഉള്ളിൽ അവരെയും കാത്ത് വലിയൊരു പ്രശ്നം ഇരിപ്പുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, അരവിന്ദ് കാശിക്ക് തന്നെയാണ്. ഈ അരവിന്ദ് കാശിക്ക് ജൈജാന്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നല്ല കരുത്തനായിട്ടുള്ള ഒരാൾ. ഈ 4 കുട്ടികളെയും വെറും നിസ്സാരമായിട്ട് അരവിന്ദ് കാശിക്ക് കാലെ വാരി നിലത്തടിക്കും. അത്രയേറെ ബലവാനായിട്ടുള്ള ഒരു മനുഷ്യൻ. അരവിന്ദ് കാശിക്കിന്റെ ശരീരം കണ്ട് പേടിച്ചു പോയ ഈ 4 പേരും പെട്ടെന്ന് പ്ലാൻ മാറ്റുകയാണ്. അവർ തിരിച്ച് മതിൽ ചാടി. അവർ നടത്തിയ രണ്ടാമത്തെ അറ്റംപ്റ്റും ഇതോടെ പരാജയപ്പെടുകയാണ്. അതോടെ ഇവർ ഒരു കാര്യം തീരുമാനിക്കുകയാണ്: ഇനി ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് വേണം. ആ തീരുമാനത്തോടെ 4 പേരും വീണ്ടും പൂനെയിലേക്ക് മടങ്ങി. 1976 ഒക്ടോബർ 31 ജോഷി എന്ന ഒരാളുടെ വീട്ടിൽ മോഷ്ടിക്കുവാനായിട്ട് ഈ 4 സംഘം പദ്ധതിയിട്ടു. മുൻപ് സംഭവിച്ചതുപോലെ ഇത്തവണ യാതൊരു അബദ്ധവും പറ്റരുതേ എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഏതാനും ദിവസം അയാളുടെ വീടും പരിസരവും, ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ നിരീക്ഷിച്ചു. അന്ന് ഒക്ടോബർ 31 ജോഷിയും അയാളുടെ ഭാര്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇതും മനസ്സിലാക്കി ഇവർ വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. കത്തിയും മറ്റും കാട്ടി അവരെ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് അവശരാക്കി ഒരു കസേരയിൽ ഇരുത്തി. പിന്നെ അവരുടെ വായിലേക്ക് നിറച്ച് തുണികൾ കുത്തിക്കയറ്റി. അതിനുശേഷം കയറെടുത്ത് കസേരയുമായിട്ട് ബലമായിട്ട് ബന്ധിച്ചു. പിന്നെ മുൻപ് പ്രകാശിനെ എങ്ങനെ കൊന്നോ അതുപോലെ ഒരു നൈലോൺ കയറെടുത്ത് ഇരുവരുടെയും കഴുത്ത് മുറുക്കി കൊന്നു. ജോഷിയും അയാളുടെ ഭാര്യയും മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ 4 സംഘം പണത്തിനും സ്വർണത്തിനും വേണ്ടി ആ വീടാകെ അരിച്ചു പെറുക്കുവാൻ തുടങ്ങി. അവരങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പൊടുന്നനെ വീടിന്റെ പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടത്. 4 പേരും ഭയന്നുപോയി. അവർ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്: ജോഷിയുടെ 15 വയസ്സുള്ള മകനാണ് പുറത്തു നിൽക്കുന്നത്. ഉടൻ തന്നെ ഈ 4 പേരും ചേർന്ന് ആ പയ്യനെ വീടിന്റെ ഉള്ളിലേക്ക് വലിച്ചിഴച്ചു. ഒരു കുട്ടിയാണെന്ന് പോലും പരിഗണിക്കാതെ അവനെ മർദ്ദിച്ച് അവശനാക്കി. അതിനുശേഷം ആ ബാലന്റെ വസ്ത്രം മുഴുവനും അവർ ഉരിഞ്ഞു മാറ്റി. എന്നിട്ട് അവനോട് ഈ വീട്ടിൽ സ്വർണവും പണവും എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. കൺമുന്നിൽ തന്റെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുന്നു. അവരുടെ കൊലയാളികളാണ് തനിക്ക് ചുറ്റും ഇപ്പോഴുള്ളത്. ആ കുട്ടി ആകെ ഭയന്നുപോയി. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് വീട്ടിൽ പണവും സ്വർണവും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള സ്ഥലമെല്ലാം അവൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം അവർ എടുത്തു. അതിനുശേഷം ചെയ്ത കാര്യം ഇതാണ്: 15 വയസ്സുള്ള വെറും ബാലൻ എന്ന് പോലും പരിഗണിക്കാതെ അവന്റെ മാതാപിതാക്കളെ ചെയ്തതുപോലെ കഴുത്തിൽ നൈലോൺ കയറിട്ട് മുറുക്കി കൊലപ്പെടുത്തുകയാണ്. പോലീസ് തങ്ങളുടെ പിന്നാലെ എത്താതിരിക്കുവാനുള്ള എല്ലാവിധ മുൻകരുതലും ഇവർ സ്വീകരിച്ചിരുന്നു. കൈകളിൽ ഗ്ലൗസ് ഇട്ടിരുന്നു. എങ്കിലും മറ്റൊരു പ്രശ്നം കൂടി ബാക്കിയുണ്ട്. അത് പോലീസ് ഡോഗാണ്. അതിനവർ കണ്ടെത്തിയ പരിഹാരം ഇതാണ്: നല്ല കടുപ്പമുള്ള പെർഫ്യൂം ആ വീട് മുഴുവനും സ്പ്രേ ചെയ്തു.
അതിനുശേഷമാണ് അവർ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. ഈ സംഭവത്തോടെ ഈ സീരിയൽ കില്ലർ ഗ്യാങ്ങിന് ഒരു പുതിയ ധൈര്യം വരികയാണ്. ഇവർ ഇതുവരെയും 4 കൊലകൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ പോലീസിന് ഇവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം കൊള്ളയും കൊലയും വീണ്ടും തുടരുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അതേസമയം മറുവശത്ത് പോലീസിന് വലിയ പ്രഷർ ഉണ്ടാവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു വീട്ടിലെ 3 പേരാണ് ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടത്. മീഡിയക്കാർ കർശനമായിട്ട് പോലീസിന്റെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്തു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ നിസ്സഹായരായിരുന്നു. കാരണം കൊലയാളികളെ നേരിൽ കണ്ട ആരുമില്ല. നേരിൽ കണ്ടവരാവട്ടെ അവർ ജീവിച്ചിരിപ്പുമില്ല. അങ്ങനെ ഇരിക്കവേ 1976 നവംബർ മാസം 22-ാം തീയതി കടന്നു വരികയാണ്. അന്നേ ദിവസം ഈ 4 പേരും ചേർന്ന് മറ്റൊരു വീട് കൊള്ളയടിക്കുവാനായിട്ട് പദ്ധതിയിട്ടു. അതിനു വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തത് യശോമതി എന്ന സ്ത്രീ താമസിക്കുന്ന വീടായിരുന്നു. നവംബർ 21 ആ രാത്രിയിൽ പതിവ് രീതിയിൽ ഇവർ യശോമതിയുടെ വീട്ടിൽ പ്രവേശിച്ചു. ആ സ്ത്രീയെയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനെയും മർദ്ദിച്ച് അവശരാക്കി ഒരു കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് വീട് കൊള്ളയടിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ആ സമയത്ത് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി. യശോമതിയുടെ ഒരു സ്വന്തക്കാരൻ പെട്ടെന്ന് ആ വീടിന്റെ മുൻപിൽ വന്നു. ഈ 4 കൊലയാളികളെയും അയാൾ കാണുകയാണ്. ഉടനെ അയാൾ കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. അത് കേട്ടതും കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് അവർക്ക് മനസ്സിലായി. ഇയാളുടെ നിലവിളി കേട്ട് പരിസരത്തുള്ള ആളുകൾ വേഗം ഇവിടേക്ക് വരും, തങ്ങൾ പിടിക്കപ്പെടും. അതുകൊണ്ട് 4 പേരും വേഗം ആ വീട്ടിൽ നിന്നും പുറത്തു ചാടി മതിൽ ചാടി രക്ഷപ്പെട്ടു പോവുകയാണ്. യശോമതിയുടെ വീട്ടിൽ നടന്ന മോഷണ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അതിലും വലിയൊരു പ്രശ്നം അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇത്രയും കാലം വരെ ഇവരെ ആരും നേരിൽ കണ്ടിരുന്നില്ല. കണ്ടവരാരും ജീവിച്ചിരുന്നിട്ടുമില്ല. എന്നാൽ ഇപ്പോഴിതാ ഇവരെ നേരിൽ കണ്ട 3 പേർ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് 4 പേരും തങ്ങളുടെ വേഷവിധാനങ്ങളിൽ അല്പം മാറ്റം വരുത്തി. പിന്നെ കുറച്ചു കാലം ശാന്തരായിട്ടിരുന്നു. അപ്പോഴേക്കും അവരുടെ കൈവശം ഉണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. അതുകൊണ്ട് മറ്റൊരു വീട് കൊള്ളയടിക്കുവാൻ അവർ തയ്യാറെടുത്തു. ഡിസംബർ 1, 1976 ദാരുണമായ സംഭവം നടന്നത്. സമയം അപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പൂനെയിലെ ഫണ്ടാഗർ റോഡിലുള്ള ജോഷി അഭയങ്കാർ എന്ന വൃദ്ധന്റെ വീട് ലക്ഷ്യമാക്കിയാണ് അവരിപ്പോൾ പോകുന്നത്. ഈ അഭയങ്കാർ ഒരു അധ്യാപകനാണ്. മാത്രവുമല്ല സംസ്കൃതത്തിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ളയാളുമാണ്. ആ സമയത്ത് ആ വീട്ടിൽ 5 പേരുണ്ടായിരുന്നു. അഭയങ്കാർ, അദ്ദേഹത്തിന് പ്രായം 88 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിര, 76 വയസ്സ് പ്രായം. പിന്നെ ടീനേജ് പ്രായത്തിലുള്ള 2 കൊച്ചുമക്കൾ, ഒരാണും ഒരു പെണ്ണും. ഈ 4 പേരെയും കൂടാതെ സക്കുഭായ് എന്നു പേരുള്ള ഒരു ജോലിക്കാരിയും അവിടെ ഉണ്ടായിരുന്നു. പൊടുന്നനെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. സക്കുഭായ് വന്ന് വാതിൽ തുറന്നു. പുറത്ത് 4 പേർ നിൽക്കുന്നു. എന്തു വേണമെന്ന് അവൾ ചോദിച്ചു. അതിനു മറുപടിയായിട്ട് അവർ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് അഭയങ്കാറിനോട് ചില സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും സക്കുഭായ് വാതിൽ പൂർണ്ണമായിട്ടും തുറന്നു. 4 പേരും ഉള്ളിൽ പ്രവേശിച്ചു. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും 4 പേരും ഒരുപോലെ കത്തിയെടുത്തതും ഒരുമിച്ചായിരുന്നു. ഇത് കണ്ട് ഭയന്ന് നിലവിളിച്ച് അവരെ ഓരോരുത്തരെയായിട്ട് നൈലോൺ കയറ് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. എന്നാൽ അഭയങ്കാറിന്റെ കൊച്ചുമകളെ മാത്രം അവർ അപ്പോഴൊന്നും ചെയ്തില്ല. ആ കുട്ടിയുടെ വസ്ത്രങ്ങൾ അവർ വലിച്ചു പറിച്ച് പൂർണ്ണ നഗ്നയാക്കി. പിന്നെ ഓരോ മുറികളിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നിട്ട് സ്വർണവും പണവും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. പേടിച്ചു വിറച്ച ആ കുട്ടിയാവട്ടെ എല്ലാം കാണിച്ചു കൊടുക്കുകയും അവർ അതെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. തങ്ങളുടെ ആവശ്യം കഴിഞ്ഞതും 4 പേരും ചേർന്ന് ആ കുട്ടിയെയും കൊലപ്പെടുത്തി. പിന്നെ വീടിന്റെ ഉൾവശമാകെ പെർഫ്യൂം അടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അഭയങ്കാറിന്റെ വീട്ടിൽ നടന്ന 5 കൊലപാതകം അത് അക്ഷരാർത്ഥത്തിൽ പൂനെ നിവാസികളെ ഞെട്ടിച്ചു കളഞ്ഞു. എല്ലാവരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഏത് നിമിഷത്തിലും ആ കൊലയാളികൾ കടന്നു വരാം. അത് ചിലപ്പോൾ തങ്ങളുടെ വീട്ടിലുമാവാം. സന്ധ്യ മയങ്ങിയാൽ ആരും വീടിന് പുറത്തിറങ്ങാതെയായി. നിരത്തുകളാകെ ശൂന്യമായിട്ട് കിടന്നു. പാർക്കുകളിൽ ആരും വരാതെയായി. ഈവനിംഗ് ഷോയും സെക്കൻഡ് ഷോയും നടത്തുവാൻ കഴിയാത്തതുകൊണ്ട് തിയേറ്ററുകൾ അടച്ചു മൂടപ്പെട്ടു. രാത്രി സമയത്ത് ഒരു കോളിംഗ് ബെൽ കേട്ടാൽ പോലും ജനങ്ങൾ ഭയന്നു വിറയ്ക്കുന്ന അവസ്ഥ. പോലീസ് മാത്രമല്ല, CRPFും രാത്രി കാലങ്ങളിൽ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങി. പോലീസിന് അവരുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഇതാണ്: ഈ കൊലകളെല്ലാം ചെയ്തത് ഒരേ ഒരു ഗ്യാങ് ആണ്, അത്രമാത്രം. അങ്ങനെ ഇരിക്കവെയാണ് ആ സംഭവം ഉണ്ടായത്. 1977 മാർച്ച് 23 അനിൽ ഗോഖലെ എന്ന വ്യക്തി തന്റെ സഹോദരനായ ജയന്ത് ഗോഖലെയെ അന്വേഷിച്ച് ഒരു തിയേറ്ററിലേക്ക് പോവുകയാണ്. അവിടെ അയാൾക്ക് തന്റെ സഹോദരനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. സഹോദരന് പകരമായിട്ട് അയാളുടെ കോളേജ് മേറ്റായ രാജേന്ദ്ര ജക്കാളാണ് അവിടെ ഇരിക്കുന്നത്. അനിൽ ഗോഖലെയുടെ ഫാമിലി വലിയ ധനികരാണെന്ന് ജക്കാലിനറിയാം. കാരണം അവന്റെ സഹോദരൻ ഇവന്റെ കോളേജ് മേറ്റാണ്. അതുകൊണ്ട് അനിലിനെ കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ജക്കാൾ ഒരു പ്ലാൻ ചെയ്യുകയാണ്. താൻ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ ജക്കാൾ അനിൽ ഗോഖലെ തന്റെ കാറിൽ കൊണ്ടുപോയി തന്റെ രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചു. അപ്പോഴേക്കും അവരുടെ വരവും കാത്ത് മറ്റു 3 പേരും നിൽപ്പുണ്ടായിരുന്നു. 4 പേരും ചേർന്ന് അനിലിനെ മർദ്ദിച്ച് അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ചു. അതിനുശേഷം പതിവ് പോലെ നൈലോൺ കയർ മുറുക്കി അയാളെ കൊലപ്പെടുത്തി. എന്നിട്ട് അയാളുടെ ശരീരം ഒരു ഇരുമ്പ് ഏണിയിൽ കെട്ടി അടുത്തുള്ള ആറ്റിൽ കൊണ്ടുപോയിട്ട് എറിയുകയാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ ഒരു മദ്യപാനി ഈ കാഴ്ച കാണുകയാണ്. അയാൾ അലറി നിലവിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യം പറഞ്ഞു. അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ 4 പേരും പിടിക്കപ്പെട്ടു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ
ഇന്നുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. അവസാനം കേസ് കോടതിയിലെത്തി. ഒടുവിൽ ഈ കേസിന്റെ വിധി വരികയാണ്. 1978 സെപ്റ്റംബർ 28 ഈ 4 പേർക്കും കോടതി വധശിക്ഷ വിധിച്ചു. അതോടെ 10 പേരുടെ ജീവൻ യാതൊരു മനസാക്ഷിയുമില്ലാതെ എടുത്ത ഈ 4 പേരും തങ്ങളുടെ വധശിക്ഷ ഇളവ് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. എന്നാൽ പൂനെ നഗരത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഒപ്പിട്ട് ഒരു നിവേദനം സുപ്രീം കോടതിക്ക് കൊടുക്കുകയാണ്. അതിൽ അവർ എഴുതിയ കാര്യം ഇതായിരുന്നു: ഈ 4 പേരും വധശിക്ഷയ്ക്ക് അർഹരാണ്, അവരോട് യാതൊരു കരുണയും കാട്ടരുത്. അതോടെ ജനഹിതത്തെ മാനിച്ചുകൊണ്ട് കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയാണ്. അങ്ങനെ വധശിക്ഷ ഉറപ്പായി. അതിനുശേഷം ഈ 4 പേരും ചേർന്ന് മറ്റൊരു പെറ്റീഷൻ കോടതിക്ക് കൊടുക്കുകയാണ്. ഞങ്ങളെ തൂക്കിക്കൊല്ലരുത്, മറിച്ച് ഇലക്ട്രിക് കസേരയിൽ ഇരുത്തി ഷോക്ക് അടിപ്പിച്ചു കൊന്നാൽ മതി. അവരങ്ങനെ പറയുവാനായിട്ടൊരു കാരണമുണ്ട്. കാരണം 10 പേരെയും ഇവർ കൊലപ്പെടുത്തിയത് കഴുത്തു മുറുക്കിയാണ്. ആ സമയത്ത് അവർ അനുഭവിച്ച ശ്വാസം മുട്ടലും മരണവേദനയും കണ്ണുമിഴിക്കലും തല്ലിപ്പിടയ്ക്കലും ഇതെല്ലാം ഇവർ നേരിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് തങ്ങളെ തൂക്കിക്കൊല്ലരുത്, മറിച്ച് ഷോക്ക് അടിപ്പിച്ചു കൊന്നാൽ മതിയെന്ന് അവർ പറയുവാൻ കാരണം. എന്നാൽ അവരുടെ പെറ്റീഷൻ കോടതി തള്ളിക്കളയുകയാണ്. പകരം ഏതാനും ഡോക്ടർമാർ ജയിലിലെത്തി അവരെ സന്ദർശിച്ചു. ഏറ്റവും വേദന കുറഞ്ഞ മരണം തൂക്കിലേറ്റപ്പെടുകയാണെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ പൂനെ നിവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സന്തോഷ ദിവസം എത്തിച്ചേരുകയാണ്. 1987 നവംബർ 23 യർവാഡ സെൻട്രൽ ജയിലിൽ വെച്ച് അത് രാവിലെ 5 മണിക്ക് ഈ 4 പേരെയും തൂക്കിലേറ്റി. ഈ കേസ് നമുക്കൊരു പാഠം പറഞ്ഞു തരുന്നുണ്ട്. ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുക എന്ന ആഗ്രഹം അതൊരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കണം. മറ്റൊരു മനുഷ്യൻ അയാളുടെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് നേടിയെടുത്ത സമ്പാദ്യം വെറും അരമണിക്കൂർ കൊണ്ട് നേടിയെടുക്കാമെന്നുള്ള ആ വിചാരം അത് തെറ്റാണ്. നമ്മൾ ധാരാളം സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലെല്ലാം പൊതുവായിട്ടൊരു കാര്യം കാണാം: അവരുടെ ബാല്യകാലം അതത്ര നല്ലതായിരുന്നില്ല. അന്ന് അവർ നേരിട്ടിട്ടുള്ള തിക്താനുഭവങ്ങളാണ് പിന്നീട് അവരെ സീരിയൽ കില്ലേഴ്സ് ആക്കി മാറ്റിയത്. എന്നാൽ ഈ 4 കുട്ടികളുടെയും കാര്യത്തിൽ കഥ നേരെ മറിച്ചാണ്. ഈ 4 പേരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടവരാണ്. എന്തുകൊണ്ടായിരിക്കാം 10ഓളം മനുഷ്യരെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുവാൻ മാത്രം ഇവരുടെ മനസ്സ് കല്ലായിപ്പോയത്? ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ: കൂട്ടുകെട്ട്. വളരെ മോശപ്പെട്ട കൂട്ടുകെട്ട് തന്നെയാണ് ഇവരെ ഇത്രയും വലിയ ക്രൈംസ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ ആരോടാണ് കൂട്ടുകൂടുന്നത്, ആ കൂട്ടുകാർ എത്തരത്തിൽപ്പെട്ടവരാണ്. ഈ ക്രൈമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവർ ഒരു വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊലപ്പെടുത്തും. ആ ഒരാളുടെ വസ്ത്രം മുഴുവനും അഴിച്ചു കളഞ്ഞ് അവരെ പൂർണ്ണമായിട്ട് നഗ്നരാക്കും. അത് കഴിഞ്ഞ് എല്ലാ മുറികളിലേക്കും അവരെ വലിച്ചുകൊണ്ടുപോയിട്ട് സ്വർണവും പണവും എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരുവാൻ ആവശ്യപ്പെടും. ഒടുവിൽ അവരെയും കൊലപ്പെടുത്തും. അവരെ ഇങ്ങനെ നഗ്നരാക്കി നിർത്തിയതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ഉടുതുണിയില്ലാതെ നിൽക്കുന്ന ഒരാൾ പുറത്തേക്ക് ഓടിപ്പോയിട്ട് സഹായം ചോദിക്കുവാനായിട്ട് ശ്രമിക്കില്ല. കാരണം ജനങ്ങളുടെ മുൻപിൽ അവരുടെ മാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കില്ല. ഇത് ഈ 4 പേർക്കും വളരെ കൃത്യമായിട്ടറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് പൂനെ നഗരത്തെ കിടുകിടാ വിറപ്പിച്ച സീരിയൽ കില്ലേഴ്സിന്റെ കഥ ഇവിടെ തീരുകയാണ്. അധികം വൈകാതെ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം.